സെക്കൻഡ് സെക്ഷൻ ഞാൻ കൊടുത്തിട്ട് പെരുന്നാളിൻ്റെ എന്നോട് മറന്നുപോയി. പെസ് കളിച്ചാലും ഒരു കൊല്ലം മെനക്കെട്ട് കഴിഞ്ഞാൽ കിട്ടാൻ തന്നെ ചാൻസ് ഉണ്ടല്ലേ? ഉയർന്ന ചിന്താഗതി മറ്റേ പാർട്ടി ഞാൻ പറയുന്നില്ല. അവർക്ക് നിന്റെ നേട്ടം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ശരിക്കും മനസ്സിലായില്ല. കെമിസ്ട്രിയിൽ NCERT ആയിരിക്കണം. NIT ഇപ്പോൾ ഏത് ബ്രാഞ്ചും നിനക്ക് ഷുവർ ആയിട്ടും കിട്ടും. വലിയ വലിയ സ്വപ്നങ്ങളുണ്ട്. +2ൻ്റെ കൂടെയുള്ള JEE മെയിൻസ് ഫസ്റ്റ് സെഷനിൽ എത്രടാ 58 അല്ലേ, 58%. സെക്കൻഡ് സെഷന് അപ്ലൈ ഒക്കെ ചെയ്തിട്ട് പെരുന്നാളൊക്കെ ആയതുകൊണ്ടെന്നാണ് മറന്നുപോയി. ആൻഡ് +1ലും +2ലൊക്കെ 1 മാർക്ക് 2 മാർക്ക് 3 മാർക്കൊക്കെ വാങ്ങി ക്ലാസ് ടെസ്റ്റിലൊക്കെ വാങ്ങി. ഇപ്പോൾ ഒരു വർഷം എഡ്യൂ പോർട്ടൽ റിപ്പീറ്റ് ചെയ്തിട്ട് 99.5ൻ്റെ തൊട്ടടുത്തല്ല 99.48 സ്കോർ ചെയ്ത അൻസബ് ആണ് എന്നുള്ളത്. അൻസബ് തന്നെയല്ലേ കറക്റ്റ്? യെസ്, അൻസബാണ് നമ്മളുടെ കൂടെ ഉള്ളത്. ഉറപ്പായിട്ടും നിങ്ങളൊരു ഉഴപ്പനാണെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഈ ഇൻ്റർവ്യൂ മുഴുവനായിട്ട് കാണാം. ഒരുപാട് പോയിന്റുകൾ, നിങ്ങളുടെ ലൈഫ് തന്നെ മാറുന്ന രീതിയിലുള്ള ഒരുപാട് അഡ്വൈസും പോയിന്റുകൾ അൻസബ് പറയുന്നുണ്ട്. എന്തായാലും അവസാനം വരെ കാണാം. ജെയിലേക്ക് എത്ര പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു? 58%. ഏതെങ്കിലും ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടായിരുന്നോ? അങ്ങനെ കിട്ടിയത് ജെയ് 58% എങ്ങനെ കിട്ടിയേ? 3 വിഷയത്തിൽ 4 കറക്കി കുത്തി. ഓരോ വിഷയത്തിലും 4 കറക്കി കുത്തി. ഏതൊക്കെ ശരിയായിണ്ടാവുമായിരിക്കും അല്ലേ? ഒന്നും നോക്കിയില്ല. 15. പിന്നെ എന്ത് ധൈര്യത്തിൽ ഈ ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചേ? പഠിച്ചാൽ കിട്ടും എന്നുള്ളത്. പഠിച്ചാൽ കിട്ടും എന്ന് പറയുമ്പോൾ +2ലൊക്കെ നന്നായി പഠിക്കുമായിരുന്നോ? എക്സാമിൻ്റെ എല്ലാവരെയും പോലെ തന്നെ, നിങ്ങളൊക്കെ പോലെ തന്നെ A+ന് വേണ്ടിയിട്ട് തലേന്നുള്ള പഠിത്തം തന്നെ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ +1ലൊക്കെ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടലുണ്ടോ ക്ലാസ്സിലൊക്കെ? ഇല്ല, ക്ലാസ്സിൽ 30 മാർക്ക് ഒന്നൊക്കെ 1 മാർക്കൊക്കെ കിട്ടിക്കൊണ്ടിരുന്നു. 1 മാർക്ക് 2 മാർക്ക് 4 മാർക്കൊക്കെ കഷ്ടമായിരുന്നു. +2 എത്തുമ്പോഴോ? +2 എത്തുമ്പോൾ ഞാനൊരു എക്സാമിന് ഓണത്തിന് നല്ല ഇരുന്ന് പഠിച്ചു. എനിക്ക് 57 മാർക്ക് കിട്ടി കെമിസ്ട്രിയിൽ. അപ്പോൾ ടീച്ചർ ബാക്കി പേപ്പർ കൊടുക്കണമല്ലോ, ഞാൻ പേപ്പർ കൊടുത്ത് ഒന്ന് അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ച് ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിരുന്നു. സൊല്യൂഷൻ പ്രശ്നം. ആ ഓണം പരീക്ഷ 57 മാർക്ക് കിട്ടും. അപ്പോൾ ടീച്ചർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ടീച്ചർക്ക് കയ്യിൽ 95 ഉണ്ട്. അതല്ല, നീ ഇങ്ങനെ പഠിക്കണമെന്നില്ലല്ലോ. ഓക്കെ. ആൻഡ് ജെയ്ക്ക് പോകണമെന്ന് തീരുമാനിച്ചപ്പോൾ വീട്ടിൽ നിന്നൊക്കെ എന്തായിരുന്നു അവസ്ഥ? അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? വീട്ടിൽ നിന്ന് ജെയ്ക്ക് എൻ്റെ ഫാമിലി ആകെ ഒരാളെ ജെയ് നോക്കിയുള്ളത്, കസിൻസിനെ ഒരു. പിന്നെ പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ കാക്ക പറഞ്ഞു എന്തായാലും പോയിക്കോ. പിന്നെ ഓൻ തന്നെ പെരക്കാരോടൊക്കെ പറഞ്ഞ് കാക്ക ജെയ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നോ? ലോനൊന്നും എഴുതിയില്ല. നീറ്റ് ചെയ്താൽ പുതിനായിരുന്നു പറഞ്ഞു. പക്ഷെ വീട്ടുകാരോട് പറഞ്ഞിട്ടില്ല. ഇല്ല, റിസൾട്ട് വന്നപ്പോൾ എന്താണ് വീട്ടിലെ അവസ്ഥ? കാക്ക ഭയങ്കര ഹാപ്പിയാണ്. കിട്ടിയാലും മെയിൻ പെരക്കാരൊക്കെ പിച്ചാൻ തന്നെ കാണാൻ വേണ്ടി ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, അവർക്ക് നിന്റെ നേട്ടം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ശരിക്കും മനസ്സിലായിട്ടില്ല. പക്ഷെ എന്തോ, അതായത് നല്ലെന്തോ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് ആയിട്ടുണ്ടല്ലേ? പത്രത്തിലൊക്കെ വന്നപ്പോൾ ഫോട്ടോയിൽ വന്നപ്പോൾ എന്തോ നാട്ടിൽ അറിയാം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല മനസ്സിലാക്കി. ഓക്കെ. ആൻഡ് എല്ലാവർക്കും അയച്ചൊക്കെ കൊടുക്കുന്നുണ്ട്, ഷെയർ ഒക്കെ ചെയ്യുന്നുണ്ട്. ആൻഡ് അപ്പം അതിൽ നിനക്ക് എന്തോ ഒരു സന്തോഷം കിട്ടുന്നുണ്ടോ? അതായത് ഒരിക്കലും സന്തോഷമായി എന്ന് തോന്നുമ്പോൾ? എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണിത്, ബാക്കിയുള്ള കാണിക്കരുത്. ആണോ? ഒരു സന്തോഷമാകുമ്പോൾ നമുക്ക് സന്തോഷമായല്ലോ. ഓക്കെ. ആൻഡ് ഉപ്പ എന്താ പറഞ്ഞു? ഉപ്പയും സന്തോഷം. ഇപ്പം കഷ്ടപ്പെട്ടതിന് കിട്ടിയല്ലോ. ഒരിക്കാർക്കും ഞാൻ അങ്ങനെ കഷ്ടപ്പെടുന്നു എനിക്ക് തോന്നുന്നില്ല ഒരു വിചാരിച്ചു. ഇനി നേരെ ഇതിലേക്ക്. ഫസ്റ്റ് ജെയ് എഴുതണമെന്ന് +2ലൊക്കെ തീരുമാനിച്ച്. ആൻഡ് പിന്നെ എന്തുകൊണ്ടാണ് എഡ്യൂപോർട്ട് ചൂസ് ചെയ്തത്? എഡ്യൂപോർട്ട് ഞാൻ പണ്ട് എഡ്യൂപോർട്ടിൻ്റെ ക്ലാസ് ഞാൻ കാണില്ല, കണ്ടതിൽ ചെറുപ്പം മുതലേ ഇങ്ങനെ കണ്ടത്. 10ാം ക്ലാസ്സിലൊക്കെ മുതലേ തുടങ്ങിയിട്ടുണ്ട്. 10ാം ക്ലാസ് കണ്ടിട്ടുണ്ട്. പിന്നെ ക്ലാസ് കാണൽ +2 ക്ലാസ് കാണൽ കുറച്ചിനും. ഞാൻ ക്രാഷിൻ്റെ സമയമായപ്പോൾ എഡ്യൂപോർട്ടിന് സാറ് വീഡിയോ കണ്ടിട്ടാണ് ക്രാഷിന് ചേർന്നത്. പിന്നെ ക്രാഷിന് ചേർന്നപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഇത് എനിക്ക് എത്തുന്ന സാധനമാണ്. പക്ഷേ അന്ന് പഠിച്ചില്ല, അതിൽ മാർക്ക് കുറഞ്ഞ. പക്ഷെ എന്നാലും പിന്നെ സെക്കൻഡ് സെക്ഷൻ നോക്കുകയും ചെയ്തില്ല. സത്യം പറഞ്ഞാൽ സെക്കൻഡ് സെക്ഷൻ ഞാൻ കൊടുത്തിട്ട് പെരുന്നാളിൻ്റെ എന്നോട് മറന്നുപോയി. എന്ത് ചെയ്യേ? എക്സാമിൻ്റെ മറന്നുപോയി. അതായത് സെക്കൻഡ് സെഷന് അപ്ലൈ ഒക്കെ ചെയ്തിട്ടുണ്ട്, പെരുന്നാളിൻ്റെ മൂഡിൽ അതായിരുന്നു നിന്റെ അവസ്ഥ. അല്ല, അതായത് ഈ ഫോൺ അഡിക്റ്റ് ആയിരുന്നു ആ സമയത്ത്? ഭയങ്കരമായിട്ട് ഉപയോഗിക്കുമായിരുന്നു?
തോണ്ടിയിരിക്കും. റീലാ ഗെയിം ഉണ്ടാ? പെസ് പ്രോ എവല്യൂഷൻസ് ഒക്കെ. യെസ്. അപ്പോൾ പെസ് കളിച്ചാലും ഒരു കൊല്ലം മെനക്കെട്ട് കഴിഞ്ഞാൽ കിട്ടാൻ തന്നെ ചാൻസ് ഉണ്ട് അല്ലേ? ആ ഒരു കാര്യം പറയാം. ഒരു കൊല്ലം ശരിക്കും എനിക്ക് തോന്നുന്നത് നീ നല്ലോണം പഠിച്ചിട്ടുണ്ട് അവിടെ നിന്ന് അല്ലേ? അതായത് ടീച്ചേഴ്സും പറയുന്നുണ്ടായിരുന്നു, വാർഡന്മാരും പറയുന്നുണ്ട്. ശരിക്കും എന്താ ഒരു അവസ്ഥ? എത്രത്തോളം നീ പഠിച്ചിട്ടുണ്ടാവും? പഠിച്ചതെന്ന് വെച്ചാൽ ഞാൻ വേറെ ഫുഡ് കഴിക്കുമ്പോഴും എന്നോട് ആരെന്തോ സംസാരിക്കാൻ വരികയാണെങ്കിൽ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കാനും. ഫുഡ് കഴിക്കുമ്പോൾ ഞങ്ങൾ ഏതോ ഡൗട്ട് ക്വസ്റ്റ്യനൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഞാൻ ഫുഡ് കഴിക്കില്ലേ. പിന്നെ അവസാനത്തെ ആയപ്പോൾ കുറച്ചൊന്ന് എനിക്ക് തോന്നിക്കുന്നു ഞാൻ കുറച്ചൊന്ന് വിട്ടു കഴിഞ്ഞു. എന്നാലും ആ സമയത്ത് കുറേ എക്സാംസ് എടുക്കണേക്കൊണ്ട് ആയിരിക്കാം. അല്ല, എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ചില കുട്ടികളൊക്കെ ഇപ്പോൾ ഡിന്നറൊക്കെ കഴിഞ്ഞാൽ കുറച്ച് റൂമിലൊക്കെ പോയി വാടം വന്ന് മറ്റേ ബെല്ലടിച്ചാൽ മെല്ലെ ഇറങ്ങിയൊക്കെ പോകും. നീയൊക്കെ അങ്ങനെ തന്നെയായിരുന്നോ? അല്ല, ഞാൻ റൂമിൽ ഞാൻ തന്നെ ഒരു ലിമിറ്റ് വെച്ചിരുന്നു. ഡെയിലി 3 പ്രാവശ്യം കയറുന്നു. ഡെയിലി 3 പ്രാവശ്യം റൂമിൽ കയറുള്ളൂ? അതേതൊക്കെയാണ് 3 പ്രാവശ്യം? ഒന്ന് രാവിലെ, അതായത് എപ്പോഴേലുമൊക്കെ ഒരു ഇത് വെച്ചതാണ്. പിന്നെ മൈദി ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് റൂമിൽ പോയി നിസ്കരിച്ച് പല്ല് തേച്ചിട്ടാണ് പല്ല് അപ്പം തേച്ചിട്ടാണ് ശരിയാൾ കയറുക. അതൊരു പ്രാവശ്യം. പിന്നെ പൊതുവെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അതാക്കി, അത് രാവിലെ എണീച്ചതൊന്നും ആക്കി കിടക്കാൻ വേണമെന്നും ആക്കി. മറ്റേത് ഇതിന്റെ സമയത്തും ബുക്കൊക്കെ ശരിയാൾ കൊണ്ടുവച്ച്. ഓക്കെ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്ന്, പിന്നെ മഗ്‌രിബ് നിസ്കരിക്കാനൊന്ന്, പിന്നെ ഉറങ്ങാൻ കയറുക. അത്ര മാത്രമേ എന്തുള്ളൂ റൂമിൽ കയറുന്നുള്ളൂ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞാൽ 1 വർഷം മരിച്ചു പഠിച്ചിട്ടുണ്ട്. 1 വർഷത്തെ കുറേ കാലം മരണപ്പെടുത്തേനും കുറച്ച് ടെൻഷനൊക്കെ വന്നു. അത് ഒന്ന് ബേൺ ഔട്ട് ആവും നമ്മൾ. ബേൺ ഔട്ട് ആയി. പക്ഷെ പിന്നെ ഇത് ക്ലാസ് കഴിഞ്ഞല്ലോ. ക്ലാസ് കഴിഞ്ഞ സമയത്ത് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ നമ്മൾ എഫേർട്ട് എടുത്താൽ വലിയ എഫേർട്ട് ഇല്ലല്ലോ. പക്ഷെ ക്യാമ്പസിൽ ഇരുന്ന് പഠിക്കുമ്പോൾ ഭ്രാന്ത് എടുക്കും. 16 മണിക്കൂറോ പഠിക്കാറുണ്ട്. കുറച്ചൊന്നും എനിക്ക് തോന്നി എന്താ കാട്ടണമെന്ന് ഒരു പിടുത്തം കിട്ടാണ്ടായി. പിന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നെ എക്സാംസ് വന്നു തുടങ്ങിയപ്പോൾ ഒരു ഇത് വന്നു. പിന്നെ സ്ട്രക്ചേർഡായി. അതായത് ആ ക്ലാസ് കഴിഞ്ഞിട്ട് എക്സാം വരെയുള്ള സമയത്ത് ഒരു എന്താ ഇപ്പോൾ പഠിക്കുക എന്നുള്ളതിലും അതായത് ഒരു ഓർഡർ ഉണ്ടാവില്ല. മറ്റേതാകുമ്പോൾ കൃത്യം 3 ദിവസം കഴിഞ്ഞാൽ ഈ സബ്ജക്റ്റ് ചാപ്റ്റർ എക്സാം ഉണ്ടാവും. അത് കഴിഞ്ഞെന്ന് പറയുമ്പോൾ കുറച്ചും കൂടി സ്ട്രക്ചറായിട്ട് എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടല്ലേ. ആൻഡ് ഇപ്പം ഓരോ വിഷയങ്ങളും നിനക്ക് ഇഷ്ടപ്പെട്ട ടീച്ചേഴ്സിനെ കുറിച്ചൊക്കെ എന്താ? ടീച്ചേഴ്സ് ദീപ് സാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദീപനോട് ആദ്യം മുതലേ നിന്നെ കുറിച്ച് പറയലുണ്ട്. എങ്കിലൊരു പയ്യനുണ്ട്. പിന്നെ ദീപ് സാർ ഭയങ്കര ക്വസ്റ്റ്യൻ സോൾവിങ് ടെക്നിക്ക്. ഞങ്ങൾ എത്രയോ സമയം എടുത്ത് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ പെട്ടെന്ന് ചിന്തി ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഇതൊക്കെ ഉണ്ട്, ചെയ്യാണ്ട് ഈ ചോദ്യം എന്തായാലും നെഗറ്റീവ് ആൻസർ വരുള്ളൂ. അതുകൊണ്ട് അപ്പോൾ എന്ത് ചെയ്യാം, ബാക്കിയൊക്കെ ഒഴിവാക്കുക. നെഗറ്റീവ് ഉണ്ട്, കുത്തിക്കോ മോഡ്. ഞാനും കുറേ വർക്ക് ചെയ്യലുണ്ട്. അല്ല, എനിക്ക് തോന്നുന്നത് ജെയ്ക്കൊക്കെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെ ഒരു ഇടുന്നോ എന്ന് തോന്നുന്നുണ്ട്. സോ ദാറ്റ് ബാക്കി സമയം എടുക്കേണ്ട ക്വസ്റ്റ്യൻസിന് നമുക്ക് സമയം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ബാക്കി ടീച്ചേഴ്സിലോ? എനിക്ക് ഷിനാസ് സാറേയും ഭയങ്കര ഇഷ്ടമാണ്. ഷിനാസ് സാറൊക്കെ ഭയങ്കര ഇത് ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് കിട്ടണം. ഷിനാസ് സാർക്ക് എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ കിട്ടും. അത് പറഞ്ഞ് നല്ല കൺസെപ്റ്റ് ക്ലിയർ ആക്കി പറഞ്ഞു തരികയും ചെയ്യും. ബാക്കി മാത്സ് പിന്നെ നിഷാ സാറ വേണ്ട കുറേ പറയും. അത് ക്ലാസ്സിൽ നമ്മൾ എല്ലാവരും പ്രോസസ് ചെയ്ത് ഹോസ്റ്റലിലെത്തിയല്ലോ. ബാക്കിയുള്ള ഇതൊക്കെ 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ടൊക്കെ നമ്മൾ നോട്ട് റിവൈസ് ചെയ്ത് ചെയ്യും. എനിക്ക് എന്തായാലും 2-2.5 മണിക്കൂറിനകത്ത് എടുക്കുകയും എത്ര പറഞ്ഞിട്ടുണ്ട്. ഷോർട്ട് ടൈമിൽ തന്നെ മാക്സിമം കണ്ടന്റ് നല്ല കണ്ടന്റ് പറയും. കൃഷ്ണ സാറോ? കൃഷ്ണ സാർ എനിക്ക് റിവിഷൻ ക്ലാസ്സിനാണ് കിട്ടിയത്. കൃഷ്ണ സാർ അത് നമ്മളൊരു ക്വസ്റ്റ്യൻ, എല്ലാ ക്വസ്റ്റ്യനും നമുക്കൊരു ഇതുണ്ടല്ലോ, ക്വസ്റ്റ്യൻ കാണുമ്പോൾ കുറച്ച് പഠിച്ചാൽ മനസ്സിലായല്ലോ അത് ഇങ്ങനെ ചെയ്യണമെന്ന്. പക്ഷേ കൃഷ്ണൻ സാർ വേറെ ഏതോ മെത്തേഡ് സിമ്പിളായിട്ട് വേറെ ഏതോ മെത്തേഡ് കൂടെ ആൻഡ് ഓരോ വിഷയം പഠിക്കുന്നതിൽ നിനക്ക് എന്തെങ്കിലും, ഇപ്പം ഇത് കാണുന്ന മുഴുവൻ ഇപ്പോൾ +1-ലും +2-ലും പഠിക്കുന്ന കുട്ടികളായിരിക്കും. അപ്പോൾ പഠിക്കുന്നതിൽ എന്തെങ്കിലും സ്ട്രാറ്റജി ഒക്കെ നിനക്ക് പറയാനുണ്ടോ? കെമിസ്ട്രിയിൽ NCERT വായിക്കണം. അത് കുറച്ച് ലേറ്റ് ആയി പോയിട്ടില്ല. നീ വായിച്ചു തുടങ്ങാൻ ഒരു 10 പ്രാവശ്യമെങ്കിലും വായിക്കണം. ഏബൽസ് ഇറക്കാൻ തോന്നില്ല പറഞ്ഞത്. 10 പ്രാവശ്യം വായിച്ചില്ല, അത് മനസ്സിരുത്തി 1 പ്രാവശ്യം തന്നെ 2 പ്രാവശ്യം ആണെങ്കിൽ എന്തായാലും വായിക്കണം. ആൻഡ് എനിക്ക് തോന്നുന്നത് പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ കെമിസ്ട്രിക്ക് കുറച്ച് താഴോട്ട് പോയി. പൊതുവെ എല്ലാവർക്കും ഏറ്റവും പെർസെൻറ്റേജ് കിട്ടുന്ന സാധനമാണ് കെമിസ്ട്രി. കെമിസ്ട്രിക്ക് മാത്രം 97 ആയിരുന്നു തോന്നുന്നില്ല. 98.7. ബാക്കി രണ്ടും 99ൻ്റെ മേലുണ്ട്. ഓക്കെ. ആൻഡ് അടുത്ത പിന്നെ ഇനി phase 2-നാണോ പഠിക്കാൻ പോകുന്നത്? അഡ്വാൻസിന് തന്നെ ആയിരിക്കും അല്ലേ? എന്താ അഡ്വാൻസ് പഠിച്ചു തുടങ്ങിയപ്പോൾ അവസ്ഥ? അഡ്വാൻസ് ഞാൻ ഫിസിക്സ് കുറച്ച് ചെയ്ത് നോക്കി, മാത്സ് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കി. കെമിസ്ട്രി എന്താക്കണം അറിയില്ല. അഡ്വാൻസ് പഠിച്ചു നോക്കിയോ നല്ല ബുദ്ധിമുട്ടുണ്ട്. തുടക്കത്തിൽ നിനക്ക് അല്ല ജെയിൻ്റെ തുടക്കത്തിൽ എന്തായിരുന്നു അവസ്ഥ? തുടക്കത്തിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചതിനേക്കാൾ നല്ലൊരു സ്റ്റാർട്ട് കിട്ടി. കാരണം എക്സാംസിൽ നല്ല
തുടക്കത്തിൽ നല്ല റാങ്കിലേക്ക് എത്തി. റാങ്കിലെത്തി ഞാൻ ഭയങ്കര ഹൈപ്പായി. അപ്പോൾ പിന്നെ സ്ട്രഗിൾ ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അത് മാത്സൊക്കെ അപ്പോൾ തന്നെ എനിക്ക് ഒരു ഇതുണ്ട് വെച്ച് ബാക്കിയുള്ളവരൊക്കെ മാത്സ് ആദ്യം അങ്ങനെ PYക്കും ചെയ്തില്ല എന്നാണ്. ഞാൻ പിന്നെ അത് മുതലേ ആദ്യം മാത്സിലും മെറ്റീരിയൽ കുറേ ചെയ്തിരുന്നു. പിന്നെ മാത്സിൽ PYക്ക് തുടക്കം വരെ നോക്കാൻ തുടങ്ങി. കുറച്ച് ഒരു മാസമൊക്കെ ആയപ്പോഴേ തന്നെ PYക്കിലേക്ക് എത്തിയിട്ടുണ്ട്, ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. ഫിസിക്സ് ഞാൻ സത്യം പറഞ്ഞാൽ ദീപു സാറ് വന്നതിന് ശേഷമാണ് ദീപു സാറ് എനിക്ക് രണ്ടാമത്തെ മാസമാണ് വന്നത്. ആ മാസം മുതലാണ് PYക്ക് ഇതിൽ ഫിസിക്സിൽ നല്ലോണം ചെയ്ത് തുടങ്ങുന്നത്. PYക്ക് സാറ് ശരിക്കും ആ JEE മെയിൻ ഫോക്കസ് ആയിട്ട് നല്ലോണം സെറ്റാക്കി തരും. അതെ. +2 കഴിഞ്ഞു, എനിക്ക് തോന്നുന്നു 90% എങ്ങനെ മാർക്ക്. JEEക്കാകെ 58 എങ്ങനെയാണല്ലേ. അപ്പോൾ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ലേ? കീമിൽ ഏതെങ്കിലുമൊക്കെ കയറാം, JEE പോവാം, അല്ലെങ്കിൽ ഡിഗ്രിക്ക് ഇപ്പോൾ കാക്കുക എവിടെ ഡിഗ്രിക്കാണ് പഠിച്ചോണ്ട് ഡിഗ്രി കഴിഞ്ഞ അല്ല നോർമലി. അപ്പം അങ്ങനത്തെ ചോയ്സ് എങ്ങനെ JEE എടുക്കാനുള്ളൊരു ഇതെന്താ വന്നത്? അൾട്ടിമേറ്റ് ഗോൾ എന്താ? ഉയർന്ന ചിന്താഗതി. മറ്റേ പാർട്ടി ഞാൻ പറയുന്നില്ല. അതായത് ഡ്രീം ഉണ്ടായിരുന്നു എപ്പോഴും, വലിയ സ്വപ്നങ്ങളുണ്ട്. ഇപ്പം എന്താ സ്വപ്നം? അതായത് എഡ്യൂ പോർട്ടൽ വരുമ്പം JEE നല്ല ക്ലിയർ ചെയ്യാന്നുള്ളതാണ്. അത് NITയിൽ ഇപ്പോൾ ഏത് ബ്രാഞ്ചും നിനക്ക് ഷുവറായിട്ടും കിട്ടും. ആൻഡ് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ IITകളിലും ഏതെങ്കിലും എന്തായാലും നിനക്ക് കിട്ടും. അപ്പോൾ ഒരു ലോങ്ങർ ഡ്രീം എന്താ? ഒരു 10 വർഷമൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 15 വർഷം കഴിഞ്ഞിട്ട് എവിടെയായിരിക്കണം നിനക്ക് എവിടെയാണ് നിന്നെ കാണേണ്ടത്? നല്ലൊരു ഹയർ പവറിലൊരു പൊസിഷനിൽ എൻ്റർപ്രണർഷിപ്പിൽ ഇറങ്ങണമെന്നുണ്ട്. പക്ഷേ നല്ല ഇപ്പം എടുത്ത എഫേർട്ടില്ലേ ജീവിതത്തിൽ എടുക്കണം എന്ന് നല്ല ബുദ്ധിയുണ്ട്. അതിലൊരു ത്രില്ലില്ല ശരിക്കും നിനക്ക്? +2 ഒക്കെ ഉഴപ്പിയിലൊരു കുറ്റബോധമൊക്കെ തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ കുറച്ചുകൂടി നന്നായി ചെയ്ത്? നോ റിഗ്രറ്റ്സ്. മോനെ ഓക്കെ. അല്ല, പക്ഷേ എൻ്റെ ചോദ്യം എന്താ വെച്ചാൽ ഈ ഭയങ്കരമായിട്ട് എഫേർട്ട് ഇടുമ്പോൾ, കാരണം എനിക്ക് തോന്നുന്നത് കഴിഞ്ഞൊരു വർഷം, ഒരു വർഷമല്ല 7 മാസം ശരിക്കും നീ കഴിഞ്ഞ ഒരു 12 വർഷമുള്ള നീയേ അല്ല. അന്ന് നീ ചിലപ്പോൾ +2ലൊന്നും ഒരിക്കലും വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ നീ ചെയ്യുമെന്നുള്ളത്. പക്ഷേ അതൊരു സുഖമുള്ള സാധനമല്ലേ ശരിക്കും? പാലിക്കുമ്പോൾ ഭയങ്കര സുഖമാണ്. കാരണം ഞാൻ അങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്നല്ല. കാരണം റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ കുറച്ച് ഇതായി വർക്കൊക്കെ കൂടിക്കുന്നത്. വർക്കം വരില്ല. റിസൾട്ട് എക്സാം മെയിൻ ജെയിമിങ് കഴിഞ്ഞപ്പോൾ അന്നൊക്കെ അത്രയും കഷ്ടപ്പെട്ടതും കൊണ്ടാണ് എത്തിയത്. റൈറ്റ്. ആൻഡ് ഇത് കുറേ കുട്ടികൾക്ക് മനസ്സിലാത്ത കാര്യമാണ്. കാരണം നിൻ്റെ ആ ഒരു +2 ഉണ്ടല്ലോ, റീല് നോക്കുക, ഗെയിം കളിക്കാൻ, അതൊക്കെയാണ് ലൈഫിൽ ഏറ്റവും സുഖമുള്ള സംഭവം. ഇവൻ നല്ല കഴിവുള്ള കുറേ കുട്ടികൾ പഠിക്കണ്ടേന്നൊക്കെ വിചാരിച്ചിട്ട് JEEക്കൊക്കെ വരാത്തതുണ്ടാവും. ഇപ്പം ഞാനെപ്പോഴും പറയുന്നൊരു കേസാണ്, നിനക്കിപ്പോൾ ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ ആ കഴിഞ്ഞ ഒരു വർഷത്തെ ജീവിതം എന്ത് ചെയ്യും? നിനക്കിനി ലൈഫിൽ ഏതൊരു പോയിന്റിലും ഒരു ചലഞ്ച് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ പണിയെടുക്കാനുള്ള ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് ഭയങ്കര ക്രിട്ടിക്കൽ തന്നെയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് അപ്പാർട്ട് ഫ്രം ടീച്ചേഴ്സ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അടിപൊളി ടീച്ചേഴ്സാണ് സാധനം. അതല്ലാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിനക്ക് എഡ്യൂ പോർട്ടിന് പോസിറ്റീവായി ഫീൽ ചെയ്തിട്ടുണ്ടോ? ഈ വാർഡന്മാരൊക്കെ ഭയങ്കര സപ്പോർട്ട് എനിക്ക്. ശ്രാവൺ വാർഡനൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ശ്രാവൺ ഓക്കെ. വാർഡന്മാരും പിന്നെ അവിടെ സ്റ്റുഡൻസൊക്കെ എല്ലാവരും എന്നോട് ഭയങ്കര പോസിറ്റീവായിട്ട്, കാരണം ഞാൻ വേറെ ഒന്നും ചെയ്യണമല്ലോ കാണുന്നില്ല, അതിനെക്കൊണ്ടൊക്കെ ആയിരിക്കാം എല്ലാവരും ഭയങ്കര പോസിറ്റീവായിട്ട്. അവരൊരു അഡ്മയർ ചെയ്യുന്നുണ്ടായിരുന്നു തോന്നുന്നില്ല നിന്നെ? കൈൻഡ് ഓഫ് ലൈക്ക് അഡ്മയർ അല്ലേ, നിന്നോട് ഡൗട്ട് ചോദിക്കുക, സ്ട്രാറ്റജി ചോദിക്കുക, കുറച്ച് ആൾക്കാർ ചോദിക്കലുണ്ട്. പിന്നെ അഡ്മയർ ഒരു ഇതുണ്ടല്ലോ, വെറുതെ നമ്മൾ കാണുമ്പോൾ നൈസായിട്ട് സംസാരിക്കുമ്പോൾ ഭയങ്കര നൈസായിട്ട് സംസാരിക്കുമ്പോൾ ഭയങ്കര ഇതായിരുന്നു. ഓക്കെ. ആൻഡ് ഈ ക്യാമ്പസ് ആയതിൻ്റെ ഗുണം എന്തെങ്കിലും? ഹോസ്റ്റലിൽ തൊട്ടടുത്ത് ക്ലാസ് റൂം ആയതുകൊണ്ട് ഉപകാരം എന്താ വെച്ചാൽ നമ്മൾ എണീക്കുന്നു, ശരിയാൾ പോകുന്നു, വരുന്നു, 10 മിനിറ്റ് കൊണ്ട് പൊടിയും മാറ്റലും കഴിയുന്നു, പോകുന്നു. ഇത് സമയമൊന്നും തീരെ വേസ്റ്റ് ആവില്ലല്ലോ. ഹോസ്റ്റലിൻ്റെ അടുത്തായത് കൊണ്ട് ഇപ്പോൾ ഞാൻ അടുക്കള ഞാൻ ബുക്കൊക്കെ വളരെ സിമ്പിളായിട്ട്, അതായത് ആ ഒരു ട്രാവൽ ടൈം, അതിൻ്റെ ക്ഷീണം, അങ്ങനത്തെ ഒരു സാധനവും അവിടെ നിനക്ക് പ്രശ്നമായി ഉണ്ടായിട്ടില്ല എന്നുള്ളതല്ലേ? പിന്നെ ക്ലാസ് ബാക്കിയുള്ള ക്ലാസ് ഞങ്ങൾ ഫസ്റ്റ് ബാച്ച് ഞങ്ങൾ ക്ലാസ് പെട്ടെന്ന് വരുന്നു. അപ്പോൾ മറ്റൊരു ക്ലാസ് എടുക്കുമല്ലോ, അപ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും അടുത്തായത് കൊണ്ട് കഷ്ടപ്പാടില്ലല്ലോ, ടീച്ചേഴ്സിൻ്റെ അടുത്തിലേക്ക് പോകാന്നുള്ള സാധനം കൂടെ ഉണ്ടല്ലോ. ആൻഡ് ഇപ്പോൾ +2 പഠിക്കുന്ന കുട്ടികളോട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഇപ്പോൾ ഒരു JEE ഒക്കെ ആഗ്രഹമുണ്ട്, പോണോ വേണ്ടോ എന്നൊക്കെ ഡൗട്ട് അടിക്കുന്ന ആൾക്കാരോട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഇപ്പോഴേ പഠിച്ചു കൊടുക്കുക. ഇനി കഴിഞ്ഞ് അടുത്ത മോഡൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, അടുത്ത ആഴ്ച ഇതാണ്.
നിങ്ങളെ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് അറിയൂ. കാരണം ബാക്കിയുള്ളവരാരും നമ്മളെ ആക്കിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ ഇത് കിട്ടും അത് കിട്ടുമെന്ന് നമ്മളാരും പറഞ്ഞു തരൂല. അത് നമ്മൾ തന്നെ മനസ്സിലാക്കണം. ഇത് ഒരു വേർത്തെ ട്രൈ ആണോ ഇത് ഒരു വർഷം? ചോദിക്കാൻ ട്രൈ അത്രയും നിർത്തി. കാരണം എന്നെ കൊണ്ട് ഇങ്ങനെ ആവുന്നു മനസ്സിലായല്ലോ. ആകെ കുറേ ഫുട്ബോളും കളിച്ച് ആൾ നിർത്തുന്നു. ഇനിയിപ്പോൾ എന്താ അഡ്വാൻസിൻ്റെ എക്സാം കഴിഞ്ഞിട്ട് പിന്നെ ഫുൾ ഫുട്ബോളും സാധനങ്ങൾ തന്നെയാണോ? അല്ല, എനിക്ക് ഫോൺ ഒഴിവാക്കണമെന്നുണ്ട്. ഫോൺ ഉപയോഗിക്കില്ല എന്നാലോ? ഫോൺ ഒഴിവാക്കണം. ഈ ഇതിൻ്റെ ഇടയിലുള്ള വെക്കേഷൻസ് ഒക്കെ ഉണ്ടാവില്ല, അപ്പോൾ നീ വീട്ടിൽ പോയിട്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു? റിസൾട്ട് എക്സാം കഴിഞ്ഞിട്ട് കുറേ ഉപയോഗിച്ചിട്ടുണ്ട്. ഫോണ് കുറക്കും നീ, പിന്നെന്ത് ചെയ്യുന്നു? എന്തെങ്കിലും ചെയ്യാം. അടുത്ത് കാരണം ഒരു കൊല്ലം കഷ്ടപ്പെട്ട് ഇതിൻ്റെ ഗ്യാപ്പിൽ പോയി ഫോൺ എടുത്തില്ലേ. ഫോൺ അയ്യെന്നൊക്കെ ഉള്ളൊരു ഫീലാണോ? ഇപ്പം ആലോചിക്കും പുറേ പോയാൽ മാറും. ഒന്ന് റീലൊക്കെ കണ്ട് പെസ്സൊക്കെ ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതായിരിക്കും അല്ലേ. ആൻഡ് കുടുംബത്തിലൊക്കെ എന്താ റെസ്പോൺസ്? ഭയങ്കര വാട്സപ്പിൽ ഗ്രൂപ്പിലിട്ടപ്പോൾ എല്ലാവരും മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ ഇതാണ്. മനസ്സിലായോ? അറിയില്ലല്ലേ. ടീച്ചേഴ്സൊക്കെ എന്താ പറയുന്നത്? ടീച്ചേഴ്സ് ഞങ്ങൾ ടീച്ചറെ വിളിച്ച് നോക്കി. ടീച്ചർ സന്തോഷം പറഞ്ഞു, ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് ലീവിന് പോകുമ്പോൾ കാണണല്ലേ. ടീച്ചേഴ്സൊക്കെ ആയിട്ട് നല്ലൊരു ബന്ധമായിരുന്നു അല്ലേ? ടീച്ചേഴ്സൊക്കെ ആയിട്ട് എനിക്ക് വലിയൊരു ഇതില്ലായിരുന്നു. കാരണം ക്ലാസ്സിൽ ഞാൻ അങ്ങനെ ആക്റ്റീവ് അല്ലേ, അവർ സംസാരമൊന്നുമില്ലായിരുന്നു. ഇൻട്രോവേർട്ടായിരുന്നു. സ്വയം ലേബൽ ചെയ്തെടുത്തില്ലെങ്കിലും ബേസിക്കലി ഞാൻ താല്പര്യമില്ലായിരുന്നു. അതിലെന്താ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ? കുറച്ച് കൂടി ആണല്ലേ. ആൾക്കാരെ പിന്നെ മാക്സിമം പരിചയമില്ലാത്ത ആൾക്കാരോടൊന്നും പരിചയപ്പെടണം, അതിലൊന്നും വലിയ സംസാരിച്ചു തുടങ്ങിയാൽ കുറേ ഞാൻ സംസാരിച്ചിരുന്നു. പക്ഷെ അല്ലാണ്ട് വെറുതെ പോയി സംസാരിക്കും. ഇവിടെ വന്നു അതിൻ്റെ ഇതില്ലല്ലോ, സമയമില്ലല്ലോ. വറ്റ കുറച്ച് സംസാരമൊക്കെ. റൈറ്റ്. എന്താ സ്വപ്നം? എന്താ സ്വപ്നം? IIT മദ്രാസിൽ എയറോനോട്ടിക്കൽ എടുക്കണം. അതിന് എയറോനോട്ടിക്കല് അബ്ദുൽ കലാം ഒക്കെ. അബ്ദുൽ കലാമിൻ്റെ ഇതിലാണല്ലേ. സോ എന്തായാലും ഇനിയൊരു 2-2.5 മാസം കൂടി എന്തുണ്ട്, 3 മാസത്തോളം എന്തുണ്ട് നമുക്കിനി അഡ്വാൻസിനുണ്ട്. നല്ല രീതിയിൽ പഠിക്കുക. ആ സ്വപ്നം എന്തായാലും എത്തട്ടെ. IIT മദ്രാസ് എയറോസ്പേസ്.